അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയ ഒരു ബോട്ട് കണ്ടെത്തുവാനും അതിനുള്ളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കുവാനും വേണ്ടി പോയിരിക്കുന്ന ഒരു സ്കൂബ ഡൈവിംഗ് ടീമാണ് ഈ കാണുന്നത്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു കൈ അവരുടെ നേരെ വരികയാണ്. ഈ കൈകൾ ഈ റെസ്ക്യൂ മിഷൻ ചെയ്യുന്ന ഒരാളുടെ കൈകളിലേക്ക് കയറി പിടിക്കുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ആ ബോട്ടിനുള്ളിൽ 3 ദിവസമായി ഒരാൾ ജീവനോടുകൂടി ഇരിക്കുകയാണ്. ഇതാണ് ഹാരിസൺ ഒക്കിനി എന്ന് പറയുന്ന ഒരു നൈജീരിയക്കാരൻ. 2013 മെയ് 26 തന്റെ ജോലിയുടെ ഭാഗമായി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബോട്ട് വലിയ കാറ്റിലും മഴയിലും തിരമാലകളിലും പെട്ട് മുങ്ങിപ്പോവുകയാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഈ ബോട്ടിനുള്ളിൽ ഹാരിസൺ ജീവനോടെ ഇരുന്നതിനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ആത്മധൈര്യം തന്നെയാണ്. ഈ ബോട്ടിലെ ബാത്റൂമിനുള്ളിൽ ഒരു എയർ പോക്കറ്റ് ഉണ്ടായിരുന്നു. അപകടം നടന്ന സമയത്ത് ഹാരിസൺ ഈ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ശുദ്ധമായ വായു മാത്രം ശ്വസിച്ചുകൊണ്ടാണ് ഇദ്ദേഹം 3 ദിവസം സമുദ്രത്തിനടിയിൽ ജീവിച്ചിരുന്നത്. ഈ എയർ പോക്കറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ